ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്ന ഒരു റൂം ഷിഫ്റ്റിംഗ് വ്ളോഗ് ആട്ടോ. നമുക്ക് ഹോസ്റ്റലിൽ നിന്ന് വേറെ റൂമിലോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇൻട്രോ എടുക്കാൻ ഞാൻ താമസിച്ച് പോയി. ഇതിപ്പോൾ എൻ്റെ പുതിയ റൂമാണ്. ഞാൻ പുതിയ റൂമിൽ വന്നിട്ടാണ് ഇപ്പോൾ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ കൺക്ലൂഷന് വേണ്ടി എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ചാനൽ കാണണേ. അപ്പോൾ നമുക്ക് വ്ളോഗിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ആദ്യം തന്നെ ഞാൻ പെട്ടി കട്ടിൻ്റെ അടിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കോലം ഇപ്പോൾ ഇങ്ങനെ. അപ്പോൾ അത് പെട്ടീനെ ആദ്യം ഒന്ന് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം ഇതിനകത്തോട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ ഇതിനകത്തോട്ട് ഇങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കട്ടെ. ഇതാട്ടോ നമ്മുടെ അലമാരിക്കകത്ത് ഡ്രസ്സ് എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ ബാഗ് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡ്രസ്സ് മൊത്തം കയറ്റി അലമാരയിൽ നിന്ന് എല്ലാ സാധനങ്ങളും നമ്മൾ മാറ്റി. ഇനി സ്കൂൾ ബാഗിൻ്റെ അകത്ത് കുറച്ച് സാധനങ്ങൾ കേട്ടെന്ന് വെച്ചു. പിന്നെ ഇങ്ങനത്തെ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒരു കവറിൻ്റെ അകത്താക്കി. പിന്നെയും കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് ലോണ്ടറി ബാഗ് കേട്ടോ ഗൈസ്. ലോണ്ടറി ബാഗ് എനിക്ക് കൊണ്ടുവെക്കാൻ പോകണം. അപ്പോൾ ഇതും കൂടെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സാധനങ്ങളും ആയി എന്നാണ് തോന്നുന്നത്. ഇനി കുറച്ച് ഷെൽഫ് സാധനങ്ങൾ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം ആ ഒരു തട്ടോടെ ക്ലീൻ ചെയ്താൽ പിന്നെ ഷിഫ്റ്റ് ചെയ്യാം. പിന്നെ ഇതുകൂടെ പാക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒന്നും പറയാനില്ല. ബൈ ഗൈസ്. ഗൈസ്, നമ്മൾ ഈ റൂമിൽ നിന്ന് പോവാട്ടോ ഗൈസ്. നല്ലൊരു റൂമായിരുന്നു ഗൈസ്. ആദ്യമേ 2 പെട്ടി കൊണ്ട് അവിടെ വെക്കാതെ വെച്ച് ലിഫ്റ്റിൽ പോകാൻ പറ്റത്തില്ല. കാരണം റൂമിരിക്കുന്ന സ്ഥലം ലിഫ്റ്റുള്ളതല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പം ഈ ഒരു പെട്ടി കൊണ്ട് വെച്ചിട്ട് ഗൈസ് ബൈ. ഈ പെട്ടിയും കൊണ്ട് കുറേ ദൂരം പോകണം കേട്ടോ. നേരത്തെ ഞങ്ങൾ 4th ഫ്ലോറിലായിരുന്നു. ഇപ്പോൾ ഇനി 3rd ഫ്ലോറിലോട്ട് കൂടി ഒരു സ്റ്റെപ്പ് ഇറങ്ങി വേണം പോവാൻ. ഗൈസ്, ഇതാണ് കേട്ടോ എൻ്റെ ബെഡ്. ഇതാണ് പിന്നെ അവരുടെ ബെഡ്. കുളത്തിൽ പിന്നെ ഇവിടാണ് നമ്മുടെ സ്റ്റഡി ഹാൾ. ഗൈസ്, 4th ഇയേഴ്സിൻ്റെ റൂമാട്ടോ ഇങ്ങനെ. ബാക്കിയുള്ള റൂംസ് എല്ലാം ഡിഫറെൻ്റ് ആണ്. റൂമെല്ലാം അടിപൊളിയാണ് ഗൈസ്. പക്ഷെ എനിക്കിവിടെ റേഞ്ച് ഇല്ല.